ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതി നാളെ വിധി പറയും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കോടതിയിൽ എന്താണ് നടന്നത്? മറ്റ് ചാനലുകളിൽ പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. കോടതിക്കകത്ത് എന്ത് നടന്നു? അവിടെ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു എന്ന വാർത്ത പുറത്ത് വരുന്നുണ്ട്. നാളെ വിധി പറയും എന്ന് പറയുന്നു. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ ഇന്ന്? അനിൽ നമ്പ്യാർ, ഇതിൽ അവിടെ നടന്ന വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് അതിലെ വസ്തുത അറിയുന്നതിന് വേണ്ടി കൂടിയാണ്. ഇന്ന് കോടതി ആ കേസെടുത്തപ്പോൾ അതിൽ മതപരിവർത്തനവും അതോടൊപ്പം തന്നെ 143 ഹ്യൂമൻ ട്രാഫിക്കിങ്ങും ഉണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പോലീസ് ആ ഘട്ടത്തിൽ കേസ് ഡയറിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കോടതി വിശദമായി നോക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ റിപ്പോർട്ടുകൾ കോടതിയുടെ മുമ്പാകെ ഉണ്ടായിരുന്നു. അത് കോടതി പരിശോധിക്കുകയുണ്ടായി. അതിനുശേഷം ഈ പരാതിക്കാരുടെ ഭാഗം, ഇപ്പോൾ അറസ്റ്റിലെ കന്യാസ്ത്രീകളുടെ ഭാഗം, അവർ പറഞ്ഞത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവർ നേരത്തെ തന്നെ മതം മാറിയിരുന്ന ആളുകളാണ്. ഇവർ ക്രൈസ്തവ വിശ്വാസികളാണ്. അത് ഏതാണ്ട് ഒരു 4-5 വർഷമായി ഇവർ ക്രൈസ്തവ വിശ്വാസികളായി തുടരുകയാണ്. അതിനാൽ മതപരിവർത്തന നിരോധന നിയമം ഇവർക്ക് ബാധകമാകില്ല, ഈ കന്യാസ്ത്രീകൾക്ക് ബാധകമാകില്ല എന്നൊരു വാദം അവർ മുന്നോട്ട് വെച്ചു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ പെൺകുട്ടികൾ ഒപ്പം വന്നത്. അവർക്ക് പ്രായപൂർത്തിയായി. അതിനാൽ തട്ടിക്കൊണ്ടുപോകൽ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത് അതിൽ ഉൾപ്പെടില്ല എന്നും വാദിച്ചു. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ്, ഇതിനെതിരെ കാര്യമായ എതിർപ്പ് ഉയരുകയുണ്ടായില്ല. ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മതപരിവർത്തനം സംബന്ധിച്ചോ സർക്കാർ ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് ഉയർത്തിയില്ല. പകരം ഒരൊറ്റ വരി മാത്രമാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്: അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാർ അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടതുണ്ട്. അത് കൂടുതൽ വിവരങ്ങൾ വെച്ച് വേണമെങ്കിൽ അവർക്ക് ഒപ്പോസ് ചെയ്യാം. ആ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ അവർക്ക് പറയാം 143 നിലനിൽക്കുമെന്ന് പറയാം. അതോടൊപ്പം തന്നെ മറ്റ് മതപരിവർത്തന നിരോധന നിയമം നിലനിൽക്കും എന്ന് പറയാം. അതിൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ എന്ന് അവർക്ക് രേഖകൾ സഹിതം സമർത്ഥിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അതിന് പകരം അവർ പറഞ്ഞത് പ്രാരംഭഘട്ടത്തിലാണ് എന്ന് കോടതിയുടെ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുക മാത്രമാണ് അവർ ചെയ്തത്. അതായത് ശ്രീകാന്ത്, ജാമ്യം നൽകരുത് എന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞില്ല. അനിൽ നമ്പ്യാർ, അങ്ങനെ ജാമ്യം നൽകരുത് എന്നൊരു വാക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നില്ല. കാരണം കോടതിയിൽ നിന്നും വാദത്തിനിടെയുണ്ടായ ചോദ്യത്തിന് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്ന് മാത്രമാണ് ആ ഉദ്യോഗസ്ഥൻ, ഈ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറയുകയുണ്ടായത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും യാതൊരു തരത്തിലുള്ള എതിർപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ ബാധിക്കുന്ന, ഇവർക്ക് ജാമ്യം കിട്ടാതിരിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യവും ഇന്നത്തെ ദിവസം നടന്നിട്ടില്ല. ഇപ്പോൾ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. നാളെ വിധി പറയും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നേരത്തെ അമിത്ഷാ ഉൾപ്പെടെ ഉറപ്പ് കൊടുത്തിരുന്നു, കേന്ദ്രമന്ത്രി ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് UDF MPമാർ പറഞ്ഞത്. അതായത് ജാമ്യത്തിനെ എതിർക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം അങ്ങനെ ഓപ്പണായി ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയത്തിൽ പറയാൻ കഴിയുമോ എന്നറിയില്ല. അത് UDF MPമാരുടെ അവകാശവാദമായിരുന്നു. ഒരുപക്ഷെ ശരിയായിരിക്കാം, അല്ലായിരിക്കാം. എന്തു തന്നെയായാലും സർക്കാർ അവരുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. വ്യക്തമാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതി നാളെ വിധി പറയും. ഈ രണ്ട് കന്യാസ്ത്രീകളുടെയും ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്നാണ് നമ്മുടെ പ്രതിനിധി ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഈ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്ന് മാത്രമേ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയുള്ളൂ. ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.